ഇന്ന് ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് മാധ്യമങ്ങളോട് സംസാരിക്കും. ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഇനി അല്ലാത്ത കാര്യങ്ങൾ, വേദനയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളല്ല, വേദനയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം. ഇല്ല, അങ്ങനല്ല. ഈ പറഞ്ഞ പോലെ തലച്ചോറിനൊരു ക്ഷതം ഉള്ളപ്പോൾ അതൊരു 48 മണിക്കൂറെങ്കിലും അതിനകത്ത് ഒബ്സർവേഷൻ തന്നെ വേണ്ടി വരും. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സ്റ്റേബിളായി തുടരുന്നുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ സ്റ്റേബിളായി തുടരുന്നുണ്ട്. അത് പോലീസ് വരട്ടെ. പോലീസ് വിളിക്കുമ്പം പോലീസുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ കുഴപ്പമില്ല. അവരിപ്പം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പോലീസ് വന്നിരുന്നു. പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവരെ കുറച്ച് മയക്കത്തിലായിരുന്നു. ഒരു വേദനയ്ക്കുള്ള മരുന്നിൻ്റെ സജഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്ന് അവർ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബന്ധു പറഞ്ഞിരുന്നു ബോധം വന്നപ്പോൾ രണ്ടാമത്തെ മകനെ അന്വേഷിച്ചു എന്നുള്ളത്. ഇല്ല, അറിയില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രമല്ല, വേദനയുണ്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇന്നലെയും ബെറ്റർ ആയിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും കുറച്ച് സ്റ്റേബിളായി. അതേ നിലവാരത്തിൽ തന്നെ തുടരുന്നുണ്ട്. ഡോക്ടർ, ഈ ഒരു കേസ് വന്നപ്പോഴേ ഇവരുടെ തലയിൽ ചുറ്റികയ്ക്കുള്ള അടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. അങ്ങനെ ഒരു മർദ്ദനം ഈ തലയിലുണ്ടായിരുന്നു. തലയിൽ മുറിവുകളുണ്ടായിരുന്നു, അതേ പറയാൻ പറ്റും. ബാക്കി അത് നമുക്കത് പറയാൻ പറ്റില്ല. അത് ബാക്കി പോലീസും മറ്റു കാര്യങ്ങളും പരിശോധിച്ചത് തലയിൽ മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവുകൾ വീഴ്ചയിൽ പറ്റിയതാണെന്നുള്ളതാണ് ഒരു ഫൈൻഡിങ്സ്. അല്ല, അത് അവർ നോക്കട്ടെ. അതിൻ്റെ ഇപ്പം ഞാൻ മറ്റ് ഭാഗമാണ് ഞാൻ നോക്കുന്നത്. തലയിലേറ്റ മുറിവ് തന്നെയാണോ പ്രധാനമായി ആരോഗ്യ പ്രശ്നമായി നിൽക്കുന്നത്? അതെ. മറ്റേതെങ്കിലും ഇല്ല, മറ്റു ഭാഗങ്ങളിലൊന്നും മുറിവില്ല. മുഖത്ത് എല്ലുകൾക്ക് പൊട്ടലുണ്ട്. മുഖത്ത് താടിയെല്ല്, തലയോട്ടിയുടെ എല്ലിന് പൊട്ടലുണ്ട്. അത് കഴിയുന്നുണ്ട്. അതല്ല, ഈ മുറിവുകൾ ഇതാണ് മെയിനായിട്ടുള്ളത്. ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. മറ്റല്ലാതെ വലിയ കാര്യങ്ങൾ കാണുന്നില്ല. അതൊരു ഞാൻ പറഞ്ഞില്ല, അത് മറ്റ് വിഭാഗം പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പോലീസിനെ ഇൻഫോം ചെയ്തോ? അതെ. എൻ്റെ പേര് കിരൺ. വെഞ്ഞാറമൂട് ആക്രമണത്തിനിരയായ അഫാന്റെ മാതാവിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ പ്രതികരിച്ചത്. ഈ പറയുന്നത് പോലെ തലയ്ക്ക് ക്ഷതമേറ്റതിനാൽ ഏകദേശം 48 മണിക്കൂറോളം നിരീക്ഷണത്തിൽ തുടരേണ്ടി വരുമെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ സംസാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളതാണ്. കാര്യങ്ങളോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ഈ പറയുന്നത് പോലെ അതിൽ കൂടുതൽ വ്യക്തമായൊരു മൊഴിയെടുക്കലടക്കമുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടുന്ന ഒരു സ്ഥിതി ആയിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും 48 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരണം എന്നുള്ളതാണ്. അത് തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ പറയുന്നത് പോലെ ആരോഗ്യപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയിലെ ആക്രമണത്തിലെ ശേഷിക്കുന്ന ഒരേ ഒരു ജീവനാണ് ഷെമിയുടേത്. അഫാന്റെ മാതാവാണ് ഷെമി.